ഇതൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ അത്ര സ്പെഷ്യലായിട്ട് തോന്നില്ല, പക്ഷെ കഴിക്കുമ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ വേഗം പരിപാടി തുടങ്ങാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് തൈര്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ, ഇത്രയുമാണ്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സവോള നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കണം. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി എന്താ, സബോള വഴറ്റണം, തക്കാളി വഴറ്റണം, അതൊക്കെ തന്നെ. ഇത് നന്നായി വാടി വരുമ്പോൾ ഞാനിതിലേക്ക് മല്ലിപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ചേർക്കണില്ല. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 30 മിനിറ്റൊക്കെ മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ദേ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ച സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി വെച്ച് വറ്റിച്ചെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലിട്ട് കൊടുത്താൽ ചിക്കൻ റോസ്റ്റ് റെഡി. സബോള വറുത്തതും തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.